നമ്മുടെ മക്കളെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ വിടുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. അതായത് എൻ്റെ മകളെ പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ്, എൻ്റെ മകൾ ഡൽഹിയിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ഇത് വല്ലാത്ത എന്തൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത മറ്റൊരു പ്രശ്നമുണ്ട്. കൂടുതലും നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പുറത്തേക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ പുതിയ പുതിയ ശീലങ്ങൾ വരുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ വസ്ത്രധാരണത്തിൽ മോഡലിംഗ് ആവുന്നതൊക്കെ ആകാം. ചില ആളുകൾ ദുശീലങ്ങൾ പഠിച്ചുകൊണ്ടാവും വരിക. ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തി ഇവിടെയുള്ള കുട്ടികൾക്ക് കൂടി ഇത് പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഇപ്പോ ഇന്ന് കണ്ട ഒരു വീഡിയോ ആണ്. സ്കൂളിലെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് പെൺകുട്ടികൾ വീട്ടിൽ നിന്നും പോകുന്നു. എന്നിട്ട് ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ, ആൾതാമസമുള്ള വീടാണെന്നാണ് സംശയം, ആ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ പോയിരുന്ന് വലിയ എന്തോ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പോടം ഇരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ അമ്മയോട്, അവിടെയുള്ള ഒരു സ്ത്രീയോട് പോലും നീ പോടീരെ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. എത്ര വയസ്സുണ്ടാവും? 15 വയസ്സിന് താഴെ ആകാനാണ് സാധ്യത. എന്തായാലും മൈനറാണ്. ഈ ഒരു വാർത്തയുടെ മുഴുവനായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖം ഒന്നും ഞാൻ കാണിച്ചിട്ട് ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ടാണ്. ഇതാ കേൾക്കാം. നമ്മുടെ മകൾ കൂടെ ഉണ്ടായിരുന്നു, അവള് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ വന്നാണ് രാവിലെ. നീ വീട്ടിൽ പോയില്ല, നീ വീട്ടിൽ അമ്മ ആരും വന്നിട്ട് അല്ല നിൽക്കുന്നത് ഇവിടെ അങ്ങനെ പോകില്ല. ഓക്കെ, ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോവുകയാണ്, എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ അടിയിൽ കമന്റ് ഇടുന്ന ആളുകളുണ്ട്, അവർ പോച്ച പോകട്ടെ, പിന്നെ ഇതിനെ പിടിച്ചു വെക്കുന്നത്. ഈ പെൺകുട്ടി എങ്ങനെയാണ് പോകുന്നത് എന്ന് ഒന്ന് കാണാം. അതായത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്, നടക്കാൻ പോലും കഴിയുന്നില്ല, കുഴഞ്ഞാണ് പോകുന്നത്. ഇതാ ഈ പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് ഇവർ വീടിനകത്തേക്ക് കയറ്റുന്നത്. എന്തുകൊണ്ടാണ്? പാരപ്പറ്റില്ലാത്ത ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് മുകളിൽ താഴെ വീഴരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അവർ അകത്തേക്ക് കൊണ്ടുവച്ചു. ആ സമയത്ത് വാതിലില്ലാത്ത മറ്റുള്ളൊരു വശത്തു കൂടെ ആ പെൺകുട്ടി വീണ്ടും പുറത്തേക്ക് കടന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഇതൊന്ന് കണ്ടോ. പോയിക്കോട്ടെ. പെൺകുട്ടിയെ ഒരു അമ്മച്ചി അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. പാരപ്പറ്റില്ലാത്ത സ്ഥലമാണ്, മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, നടക്കാൻ പോലും കഴിയുന്നില്ല, വീഴാൻ പോവുക. ആ ആളൊഴിഞ്ഞ വീടിന്റെ അടുത്തുള്ള ഒരാളാണ് ഇവരിങ്ങനെ മുകളിൽ ഇരിക്കുന്നത് കാണുന്നതും. പിന്നീട് അവിടെയുള്ള കുറച്ച് സ്ത്രീകളൊക്കെ വിളിച്ചു കൊടുത്തതിന് ശേഷം ആ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ ഒരവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അതുകൂടാതെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആരെങ്കിലും വീട്ടിലാക്കി തരുമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി അതിൽ കിടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ സൈഡിൽ കാണുന്ന വീഡിയോയിൽ കാണാൻ കഴിയും. അവിടെ കുറെ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ആകെ ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കുട്ടി ബോധമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു കുട്ടിയാണ് ഇങ്ങനെ ഈ ബഹളം വെച്ച് തെറിയൊക്കെ വിളിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖമട ഞാൻ കാണിക്കുന്നില്ല, കാരണം അതിൻ്റെതായ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് അത് കാണിക്കാത്തത്. നിങ്ങൾ വിചാരിക്കും അല്ല ഇങ്ങനെയുള്ള ആളുടെ മുഖം കാണിക്കണ്ടേ എന്ന്. ശരിക്കും ഇവർക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ ശരിയാവുന്ന പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അവരുടെ മുഖമൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. അത് തമ്മേട് തരാം അല്ലെ. ഇന്ത്യൻ ഭരണഘടനയൊക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ തെറ്റാ. ഓക്കെ, അപ്പൊ അതല്ല വിഷയം. നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഒന്നാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടുന്ന സമയത്ത് ആ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയാവുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. സുഹൃത്തുക്കൾക്ക് ചിലപ്പോ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞൊന്നും വരില്ല. അതിലുള്ള ഒരു പെൺകുട്ടി, ആ രക്ഷിതാവ് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇവരെ കൊണ്ടുപോകുന്നത്. തന്റെ കുട്ടി വീട്ടിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ട്. മറ്റുള്ള കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, അവരെന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. നമ്മുടെ നാടിന്റെ പോക്ക് അത്ര നല്ല പോക്കൊന്നല്ല എന്ന് മനസ്സിലായില്ലേ. കേരളത്തിലെ എക്സൈസ് വിഭാഗത്തിന് ഇവരെ ഒന്നും പിടിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയൊരു സങ്കടമായിട്ടുള്ള കാര്യം. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെടലുകൾ നടത്തിക്കൊണ്ട്
ഇത്തരക്കാരെ കാണിച്ചു കൊടുക്കാൻ, ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്പറുകളൊക്കെ ഒന്ന് പുറത്തേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ അതിന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കൂട്ടം രക്ഷിതാക്കള് തന്റെ മക്കളൊക്കെ നാശമായി പോകുന്നത് രക്ഷപ്പെടുത്താനും അതിൽ നിന്ന് ഊരിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ എക്സൈസ് ഓഫീസർമാരുടെ കുറച്ച് നമ്പറുകളൊക്കെ ഒന്ന് പബ്ലിക് ആക്കുക. അത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനടിയിലൂടെ പ്രചരിപ്പിക്കാം. അങ്ങനെയെങ്കിലും തൊട്ടടുത്ത് ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊക്കിക്കഴിഞ്ഞാൽ, തുടക്കത്തിലെ പൊക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഇതിൽ നിന്ന് ഊരി കൊണ്ടുവന്നൂടെ? ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. കുറച്ച് കുട്ടികൾ ഓരോ പറമ്പിലൊക്കെ പോയിരുന്ന് ഇത്തരത്തിലുള്ള കഞ്ചാവും കാര്യങ്ങളൊക്കെ വലിക്കുന്ന സമയത്ത് ഈ ആളുകൾക്ക് അറിയില്ല ഞാൻ എന്താണ് ഇവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കാൻ ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യണം, എന്ത് ചെയ്യണം അറിയില്ല. ഈ ഒരു അറിവില്ലായ്മയെ ഇവിടെയുള്ള എക്സൈസ് ഓഫീസർമാരൊക്കെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ ഒരു നാടിനെ ലഹരി വിമുക്തമാക്കാനുള്ള ഓരോ ക്ലാസ്സുകളൊക്കെ വെക്കുന്ന അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. പല സ്കൂളിന്റെയും വരാന്തയിൽ, പൊന്നാനിയിലുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊരു അവിടുത്തെ ഒരു സ്കൂളിന്റെ പിറകിലിരുന്ന് കഞ്ചാവ് വലിക്കുന്നത് ഒരാൾ വീഡിയോ എടുക്കുന്നു, അവരെ കാണുമ്പോൾ ഇറങ്ങി ഓടുക. അങ്ങനെ എല്ലാ സ്കൂളിന്റെ പിറകിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ. ഇതാ ചെറിയ പെൺകുട്ടികളാണ്, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് അവിടെ മദ്യപിച്ചോ ഏതോ ലഹരി ഉപയോഗിച്ച് ബോധം കെട്ട് ഛർദ്ദിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്നത്. അവരെ അതിൽ നിന്ന് ഊരി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ ഒരു അമ്മച്ചിയെ പോലും തെറി വിളിക്കുന്നതും നമ്മൾ കാണുകയാണ്. നമ്മുടെ നാടിന്റെ പോക്ക് ഇങ്ങനെയാണ്. ഇപ്പൊ ഇതാണ് ട്രെൻഡിങ്, ലഹരി ഉപയോഗിക്കുന്ന യുവ തലമുറ എന്നുള്ളത്. കുറച്ചു കാലം പിറകിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വാർത്തകളൊന്നും നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാ. ഏകദേശം ഒരു 3-4 വർഷത്തിനിടയിലാണ് ഇത്തരം വാർത്തകൾ വലിയ രീതിയിൽ പ്രചാരം കൊള്ളുന്നത്, അല്ലെ? സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്നുകൾ. ചില സിനിമാ നടന്മാരോടൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ പണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ ഇതൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതുപോലും പ്രചോദനമായിട്ടുണ്ട്. പണ്ട് അയാൾ ഉപയോഗിച്ചിരുന്നല്ലേ, ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ട് വേണ്ട എന്ന് വെക്കാം എന്ന് ധരിക്കുന്ന, അതൊക്കെ ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കുന്ന ന്യൂ ജനറേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളടുത്തുള്ള ചെറിയ ചെറിയ കടകളുടെ അടുത്തൊക്കെ ഒന്ന് കുറച്ചു നേരം പോയി നിന്നാൽ കാണാൻ കഴിയും ചെറിയ കുട്ടികൾ ബൈക്കിലൊക്കെ വന്ന് സിഗരറ്റൊക്കെ വാങ്ങി എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അതിലെന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ആ വലിക്കുന്നതൊന്നും നമുക്കറിയില്ല. എന്റെ കണ്ണിൽ തന്നെ ഞാൻ ഒരു 1000 തവണ ചെറിയ കുട്ടികൾ ഇത്തരം സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? നിർഭാഗ്യവശാൽ നമുക്ക് ഇതിലൊന്നും പറയാൻ കഴിയില്ല. നീ നിന്റെ പണി നോക്കടാ എന്ന് പറയും. സിനിമ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ലഹരിയെ കുറിച്ചിട്ടൊരു ബോധവൽക്കരണം എന്നോളം അർബുദ രോഗത്തെ കുറിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ മുഖമൊക്കെ ഇങ്ങനെ കീറി പൊളിച്ചിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഓരോ വീഡിയോ കാണാറില്ലേ? ഇത് കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ തന്നെ നമുക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടും. ജനറേഷൻസ് ഏതാണെങ്കിലും അവിടെ കേൾക്കാം. ഇതൊന്ന് ഓഫാക്കി കൂട്ടർ, എന്തിനാണോ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇത് കാണാതെ താഴോട്ടൊക്കെ നോക്കി മൊബൈൽ ഫോണിലൊക്കെ കളിച്ചിരിക്കും. സത്യം പറയട്ടെ, ഇങ്ങനെ കുറെ പരസ്യങ്ങളൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. നട്ടലുള്ള ഭരണാധികാരികളാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് നിരോധിക്കുക, ഒന്ന് കാണട്ടെ. ഒലക്ക അടക്കും. ഇതൊന്നും ഒരു നിരോധിക്കാനും പോണില്ല. ഇവിടെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ഈ സിഗരറ്റിൽ നിന്നൊക്കെ ആവും ചിലപ്പോൾ കുട്ടികൾ ഇതിലേക്ക് വീഴുന്നത്. പിന്നീടാണ് അങ്ങനെ പതുക്കെ മറ്റുള്ള ലഹരിയിലേക്ക് മാറിപ്പോകുന്നത്. അപ്പൊ ഇതൊന്നും നിരോധിക്കാൻ ഇവിടെയുള്ള നേതാക്കന്മാർക്ക് ഒന്നും കഴിയില്ല, ഇവിടുത്തെ മന്ത്രിമാർക്ക് ഒന്നും കഴിയില്ല. എന്നിട്ടും പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവരെയും കുട്ടികളെയും ഒക്കെ സൂക്ഷിക്കേണ്ടത്, അവരെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലെ? പരുന്തിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ കാക്കുന്ന കോഴി അമ്മയെ പോലെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പണിയെടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ കോളേജിൽ എന്തോ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ പുറത്തു തുറന്നിട്ടുള്ളത്. ഏതോ ഒരു വീടാണ്, അതാ രസം. ഏതാ വീട് എന്നും അവർക്ക് പോലും അറിയില്ല. അവിടെ ആരോ ഒരാൾ പെയിന്റ് പണിക്ക് പോണ ഒരാളുണ്ട്, അങ്ങനെ എന്തോന്ന് പറഞ്ഞത്. അതൊക്കെ അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമാണ്. സ്ഥലത്തിന്റെ പേരും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു അവയർനെസ് ആണ്. കാരണം ഇങ്ങനെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ സിഗരറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ വലിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെയാണ് വിളിച്ച് ഇൻഫോം ചെയ്യേണ്ടത്? അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ തന്നെ പണിയെടുത്തോളും. ഇവിടെ സദാചാര ഗുണ്ടായിസം ഒന്നും ചമയേണ്ടതായിട്ടില്ലല്ലോ. നിയമപാലകന്മാരുടെ ഇത്തരം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, ആ നമ്പറുകളൊക്കെ ഒന്ന് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇവരെ ഈ തുടക്കത്തിൽ തന്നെ തുടച്ചു നീക്കാൻ ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഇത്തരം രീതിയിലൊക്കെ അധപ്പതിച്ചു പോകുന്നത് സത്യം പറയുന്നുണ്ടെങ്കിൽ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ സങ്കടം തോന്നുന്നു എന്നുള്ളതാണ്. എന്തായാലും ബാക്കി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ പുതിയ വാർത്തകളും വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം.
അപ്പോൾ ദിസ് ഇസ് സന്ദീപ് എടപ്പാൾ സൈനിങ്.